സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വായനോത്സവം ഈ വർഷം കണ്ണൂരിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന വായനോത്സവം ആദ്യമായിട്ടാണ് കണ്ണൂരിൽ വരുന്നത്. ഗ്രന്ഥശാല തലം മുതൽ താലൂക്ക് തലം, ജില്ലാതലം മത്സരിച്ചുകൊണ്ടാണ് സംസ്ഥാനതല വായനോത്സവത്തിൽ ആളുകളെത്തുന്നത്. 3 വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മത്സരത്തിന് വരുന്നത്. 1 ഹൈസ്കൂൾ വിഭാഗം, 2 16 മുതൽ 25 വരെയുള്ള വിഭാഗം, 3 26 മുകളിലുള്ള വിഭാഗം. ഇങ്ങനെ 3 വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മത്സരത്തിൽ വരുന്നത്. ഒരു 6 മാസം മുമ്പേ ആരംഭിച്ചതാണ് ഈ പ്രോസസ്സ്. എല്ലാ ഗ്രന്ഥാലയങ്ങളും കൂടി 1,00,000 പേർ മത്സരിച്ചുകൊണ്ടാണ് അവിടുന്ന് താലൂക്ക് തലത്തിലും പിന്നീട് അവിടുന്ന് സെലക്ട് ചെയ്ത് ജില്ലാതലത്തിലും, ഓരോ ജില്ലയിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗത്തിൽ 2 പേരും മറ്റ് 2 വിഭാഗത്തിൽ നിന്നും ഓരോ പേരും, അങ്ങനെ 56 പേരാണ് സംസ്ഥാന വായനോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏപ്രിൽ 25, 26, 27 തീയതികളിൽ ധർമ്മശാല എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് ഈ വായനാ മത്സരം നടക്കുന്നത്. വായനാ മത്സരം നമ്മൾ ചെയ്യുന്നത് തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈബ്രറി കൗൺസിലിൻ്റെ അനേക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനം ഇതാണ്, വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരു വർഷം മുമ്പേ തന്നെ ഓരോ വർഷവും നടത്തേണ്ട വായനോത്സവത്തിൻ്റെ പുസ്തകം സെലക്ട് ചെയ്യലാണ്. സ്റ്റേറ്റ് ലെവലിലാണ് അത്തരം പുസ്തകങ്ങളൊക്കെ. അത് ഓരോ മേഖലയിലും ഉണ്ടാവും. അത് കഥയുണ്ടാവും, നോവലുണ്ടാവും, കവിതയുണ്ടാവും, യാത്രാവിവരണങ്ങളുണ്ടാവും, ആത്മകഥ ഉണ്ടാവും. ഇങ്ങനെ ഓരോ മേഖലയിലും ബന്ധപ്പെട്ടിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളാണ് സ്റ്റേറ്റ് ലെവലിൽ സെലക്ട് ചെയ്യുന്നത്. ഈ പുസ്തകം മുൻകൂട്ടി വായനശാലകൾക്കെല്ലാം അവർക്ക് അറിയിപ്പ് കൊടുത്തുകൊണ്ട് അവരത് വാങ്ങിക്കൊണ്ടാണ് വായനാ മത്സരത്തിൻ്റെ തയ്യാറെടുപ്പ് നടത്തുന്നത്. 6 മാസം മുമ്പേ ഇതിൻ്റെ പ്രോസസ്സ് ആരംഭിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഹൈസ്കൂൾ തലത്തിലാണ് ഈ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെത് സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. 16, 25, 25 എബവ് ഉള്ളത് ഗ്രന്ഥശാലകളിലാണ് നടക്കുന്നത്. അവിടുന്ന് ഓരോ തട്ടിലും ജയിച്ച് വന്നവരാണ് ഇപ്പോൾ താലൂക്ക്, ജില്ല, ഓരോ ജില്ലയിൽ നിന്നും മത്സരിച്ച് 14 ജില്ലകളിൽ നിന്നുള്ളവരാണ് ഏപ്രിൽ മാസം 25, 26, 27 തീയതികളിൽ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടുന്നുള്ള സ്വാഗതസംഘത്തിൻ്റെ രൂപീകരണം കഴിഞ്ഞ 1.5 മാസം മുമ്പേ അതിൻ്റെ രൂപീകരണമൊക്കെ നടന്നു. ധർമ്മശാലയിൽ വെച്ചായിരുന്നു. ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി, വിപുലമായിട്ടുള്ള ഒരു ജനകീയ കമ്മിറ്റിയാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംവിധാനം അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. അവിടെ 56 പേരാണ് മത്സരാർത്ഥികളായിട്ട് വരുന്നത്. അവരെ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള രക്ഷിതാക്കൾ ഉൾപ്പെടെ 185 പേർ. അവിടെ ഒരു 300ഓളം പേരാണ് ഈ 3 ദിവസങ്ങളിലായി അവിടെ താമസിക്കാനും ബാക്കിയുള്ള ഈ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുക്കാനൊക്കെ വരുന്നത്. 25-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ഈ വായനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള CV ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ ഡോക്ടർ വി ശിവദാസൻ, സന്തോഷ് കുമാർ MP, സജീവ് ജോസഫ് MLA, P മുകുന്ദൻ, അഡ്വക്കേറ്റ് C ഷുക്കൂർ ഉൾപ്പെടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അന്ന് 20 പേരാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്. അവർ 3 ദിവസം ഇവിടെ ഉണ്ട്. പ്രധാനികളൊക്കെ നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖരൊക്കെ ആ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് അതിൻ്റെ തുടക്കം തന്നെ കലാമണ്ഡലം മഹേന്ദ്രൻ്റെ സംഗീതശില്പം, അതോടുകൂടിയ അങ്ങനെയാണ് ആ പരിപാടി ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം 6 മണി കഴിയുമ്പോഴേക്ക് ഫോക്ലോർ അക്കാദമീൻ്റെ സഹായത്തോടു കൂടി നാടൻ പാട്ട് ഒരു മെഗാ ഷോ അന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ചാണ് 750ഓളം പേർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നവർക്ക് പറശ്ശിനിക്കടവിലേക്ക് വരുമ്പോൾ, കണ്ണൂരിലേക്ക് വരുമ്പോൾ പറശ്ശിനിക്കടവിലേക്ക് വരുമ്പോൾ വലിയ താല്പര്യത്തോടെയാണ്. അപ്പോൾ പറശ്ശിനിക്കടവ് ക്ഷേത്രം സന്ദർശിക്കാനുള്ള അവസരം അവർക്കുണ്ട്. അന്നത്തെ ദിവസം അഭിമുഖം, 3 വിഭാഗങ്ങളുമായുള്ള അഭിമുഖം
അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന അവരുടെ വൈവ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് രാത്രി കൊട്ടും പാട്ടും ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ ഒരു സംഗീതത്തിൻ്റെ അതുപോലെ സന്തോഷത്തിൻ്റെ ഈ വശങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് 27-ാം തീയതി രാവിലെ 9 മണിക്കാണ് നമ്മുടെ കണ്ണൂരിലെ പ്രിയപ്പെട്ട ടി പത്മനാഭൻ പപ്പേട്ടനോടൊപ്പം എന്ന ഒരു പരിപാടിയാണ്. കുട്ടികളും പിന്നെ ഇവർ പപ്പേട്ടനുമായുള്ള ചോദ്യങ്ങളും അഭിമുഖമാണ് പ്രധാനമായും അതിൽ ഉദ്ദേശിക്കുന്ന കാര്യം. 10 മണിയാകുമ്പോഴേക്ക് സർഗസംവാദം എന്നുള്ള പരിപാടിയാണ്. പ്രമുഖ എഴുത്തുകാരൊക്കെ പങ്കെടുക്കുന്നതാണ്. സന്തോഷ് ചിക്കാനും ആർ രാജശ്രീ, വി ടി മുരളി ഇവരൊക്കെ പങ്കെടുക്കുന്ന സർഗസംവാദം എന്നുള്ളതാണ് അന്നത്തെ 10 മണി മുതലുള്ള പരിപാടി. 11:30 ശാന്തിപ്രിയ, ബാവുൽ, പ്രശസ്ത ബാവുൽ ഗായിക, കനൽ ബേബിയുടെ മകളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശാന്തിപ്രിയയുടെ ബാവുൽ സംഗീതം അന്നത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. 2:30 മണിക്കാണ് സമാപന സമ്മേളനം. അന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. എം വിജയൻ MLA അന്നത്തെ പരിപാടിയിലുണ്ട്. നമ്മുടെ പ്രമുഖ സാഹിത്യകാരൻ M മുകുന്ദൻ അദ്ദേഹം സമാപന സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നത്. കെ സുധാകരൻ MP, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി, തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി, നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട പ്രമുഖരൊക്കെ 20 പേര് ഈ 3 ദിവസവും ഇവിടെയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നുകൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ 24 മുതലുണ്ട്. അപ്പോൾ കണ്ണൂരിൽ ആദ്യമായി നടക്കുന്ന വായനോത്സവം ഏറ്റവും ജനപങ്കാളിത്തം കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും മികച്ചതാക്കാനുള്ള പ്രവർത്തനമാണ് ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള സ്വാഗത സംഘം അവിടെ ചെയ്തു വരുന്നത്. നിങ്ങളെല്ലാവരും ആ പരിപാടിയിൽ 3 ദിവസവും അവിടെ പങ്കെടുത്തുകൊണ്ട് ആവശ്യമായ പിന്തുണ ഉണ്ടാവണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്.